നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സമാന്തര ശ്രേണികളെ പറ്റിയിട്ടാണ്, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4, 11, 18 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 417? അതായത് നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 4, 11, 18 എന്ന സമാന്തര ശ്രേണി എഴുതി പോകുമ്പോൾ നമുക്ക് 417 എന്ന് പറയുന്ന ഒരു പദം അതിനകത്ത് കാണും. അങ്ങനെയെങ്കിൽ അത് എത്രാമത്തെ പദം എന്നാണ് ചോദ്യം. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ എത്രാമത്തെ പദം എന്ന് ചോദിച്ചാലും 417 വരെ എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാലും ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, 417 എന്ന് പറയുന്നത് എത്രാമത്തെ പദം എന്നും 417 വരെ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വന്നാൽ നമ്മൾ ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ 417 എത്രാമത്തെ പദമാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ A1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒന്നാമത്തെ പദം, A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം, A3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പദം, അങ്ങനെ എത്രയാമത്തെയോ പദം എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, എത്രാമത്തെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ AN എന്ന് കൊടുത്തു. ഇനി ANന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, A+n-1 × D ആണ് ANന്റെ എക്സ്പാൻഷൻ. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം 4 പ്ലസ് n എത്രയാണെന്ന് നമുക്കറിയില്ല. D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് 11 ന്ന് 4 കുറച്ച് നമുക്ക് 6 എന്ന് കിട്ടും, ഈക്വൽ ടു 417 എന്ന് വരും. അപ്പം ഇവിടെ നമുക്ക് n-1 × 6 = +4, ഇപ്പുറം വരുമ്പോൾ -4 ആവും. 417 ന്ന് 4 പോയാൽ 413. സോറി, കോമൺ ഡിഫറൻസ് 6 അല്ല 7 ആണ്. 7 4 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് n-1 = 413/7 എന്ന് വരും. 413 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ 7 5 35, 6 ശിഷ്ടം 9 7 63. അപ്പോൾ n-1 = 15 ആണെന്നും n = 60 എന്നും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി അത് ചെയ്യുന്നത്. ഇതല്ലാതെ n എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1, ഇതാണ് എൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ലാസ്റ്റ് ടേമിന്, അതായത് നമ്മൾ ആദ്യം 417 നിന്ന് 4 കുറച്ചില്ലേ, അപ്പോൾ ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു, അതിനുശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം 1 ആഡ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ മോഡൽ തന്നെയാണ്. 41, 50, 51 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 230? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 41, 50, 51 ഇങ്ങനെയുള്ളൊരു സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 230 എന്നതാണ് ചോദ്യം. അപ്പോൾ എത്രാമത്തെ പദം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്നാണ് വേണ്ടത്? ലാസ്റ്റ് ടേം 230 മൈനസ് ഫസ്റ്റ് ടേം 41 ബൈ കോമൺ ഡിഫറൻസ് 50 ന്ന് 41 പോയാൽ 9 പ്ലസ് 1. അപ്പോൾ നമുക്കിവിടെ 230 ന്ന് 41 പോയിട്ട് 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ 21 എന്ന് കിട്ടും. 21 + 1 എന്ന് പറയുന്നത് 22. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 22ാമത്തെ പദമാണ് 230 എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അടുത്ത ചോദ്യം. 3, 10, 17, 73 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? എത്രാമത്തെ പദം എന്നല്ല, മൊത്തം എത്ര പദങ്ങളുണ്ടെന്നാണ് ചോദ്യം. എത്രാമത്തെ പദം എന്നായാലും എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒരേ രീതി തന്നെയാണ് ചെയ്യുന്നത്. n കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം നിങ്ങൾക്ക് 11 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25, അവസാന പദം -25, പൊതുവ്യത്യാസം -5 ആകുന്നു എങ്കിൽ ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? സെയിം തന്നെയാണ്. ആദ്യത്തെ പദം തന്നിട്ടുണ്ട്, അവസാനത്തെ പദം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അവസാനത്തെ പദം -25 മൈനസ് ആദ്യത്തെ പദം 25 ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -5 + 1. മൈനസ് മൈനസ് സെയിം സൈൻ വന്നാൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കുക. അപ്പോൾ -50 ബൈ -5 വരെ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 10 എന്ന് വരും. 10 + 1 11. സെയിം രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ പോലെ, ഒരു കടയിൽ സോപ്പ് അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 31, അതിന് മുകളിലത്തെ വരിയിൽ 29, അതിന് മുകളിൽ 27 എന്നീ ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 5 സോപ്പുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരികൾ ഉണ്ട്? അതായത് ചോദ്യം ഇങ്ങനെയാണ്, ഒരു കടയിൽ സോപ്പ് അടുക്കി വെച്ചിരിക്കുന്ന രീതി. ഏറ്റവും താഴത്തെ വരിയിൽ 31 എണ്ണമാണുള്ളത്, അതിന് തൊട്ട് മുകളിലത്തെ വരിയിൽ 29, അതിന് മുകളിൽ 27, ഇങ്ങനെ അടുക്കി
അടുക്കി വെച്ച് ലാസ്റ്റ് എത്രയോ വരികൾ കഴിയുമ്പോൾ ലാസ്റ്റ് 5 സോപ്പോട് കൂടി അത് ആ ശ്രേണി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കടയിൽ മൊത്തം എത്ര ശ്രേണികൾ, എത്ര തട്ടിലായിട്ടാണ് സോപ്പ് അടുക്കി വെച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്പേഴ്സ് 31, 29, 27 എക്സെട്ര 5 വരെയാണ് ഈ ശ്രേണിയുള്ളത്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. 29 നിന്ന് 31 പോയാൽ -2. ശ്രദ്ധിക്കുക, 29 നിന്നാണ് 31 പോകുന്നത്. ഇതൊരു ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് -2 +1. അപ്പോൾ 5 നിന്ന് 31 പോയാൽ നമുക്ക് -26 കിട്ടും. -2 + 1 മൈനസ് ക്യാൻസൽ ചെയ്യുക. 26/2 എന്ന് പറയുന്നത് 13 + 1 = 14. അതായത് 14 വരികളിലായിട്ടാണ് ആ സോപ്പ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 100-നും 400-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, 100-നും 400-നും ഇടയിൽ. ഈ ഇടയിൽ എന്ന് പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇടയിലെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ ബിറ്റ്വീൻ എന്ന് വരും. ഇനി അപ്പോൾ ഇടയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ എടുക്കാറില്ല. ഇടയിലെന്ന് പറയുമ്പോൾ 100-ന്റെ 400-ന്റെ ഇടയിലെന്ന് പറയുമ്പോൾ 101 മുതൽ 399 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഈ ബിറ്റ്വീൻ അഥവാ ഇടയിലെന്ന് പറയുന്നത്. അപ്പം നമ്മളിനി വേറൊരു ടൈപ്പ് ചോദ്യം ചെയ്യും. നമ്മൾ ഫ്രം മുതൽ ടു വരെ, അതായത് 100 മുതൽ 400 വരെ, ഇങ്ങനെയുള്ള ചോദ്യത്തിൽ 100ഉം എടുക്കാറുണ്ട്, 400ഉം എടുക്കാറുണ്ട്. അപ്പോൾ ഈ 2 രീതിയിൽ വരുന്ന ചോദ്യങ്ങൾക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം എല്ലാം ഇടയിലാണ്, അതായത് ബിറ്റ്വീനിൽ പ്രത്യേക ഒരു നമ്പർ തന്നിട്ട് ബിറ്റ്വീൻ. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ LCMന്റെ സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, LCMന്റെ സെഷനിൽ. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് 100-നും 400-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളെന്നാണ് ചോദ്യം. അപ്പം 100 കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 100 എന്തായാലും 7 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊന്ന് 101-നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 101-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വട്ടം 7 ശിഷ്ടം 1, 4 7 4 28, റിമൈൻഡർ 3. അപ്പം 101-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. 102-നെ ഹരിക്കുമ്പോൾ 4, 103-നെ ഹരിക്കുമ്പോൾ 5, 104-നെ ഹരിക്കുമ്പോൾ 6, 105-നെ ഹരിക്കുമ്പോൾ റിമൈൻഡർ 7 കിട്ടും. അപ്പോൾ 100 കഴിഞ്ഞിട്ട് 7 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ 105 ആണ്. ഇനി 400 നമുക്കറിയാം, 400 എന്തായാലും 7 പോകത്തില്ല. അപ്പോൾ നമുക്ക് 399 7 പോകുമെന്ന് നോക്കാം. 399 7 പോകണമെങ്കിൽ 4 20 7 5 35 ശിഷ്ടം 4 9 ഇറക്കി 7 7 49 പൂർണ്ണമായും പോകും. അപ്പോൾ 399 വരെയാണ് നമുക്ക് സംഖ്യ ഉള്ളത്. അപ്പം 105 കഴിഞ്ഞാൽ ഇതൊരു സമാന്തര ശ്രേണി ആയതുകൊണ്ട് അടുത്ത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 105-ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 112 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ശ്രേണിയായിട്ട് കിട്ടുന്നത്, അതായത് സമാന്തര ശ്രേണിയായിട്ട് കിട്ടുന്നത്. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ n ആണ്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ്, കാരണം 7 വെച്ച് കൂട്ടി പോകുന്നുണ്ട്, +1 = നമുക്കിത് ചെയ്യുമ്പം 294/7 എന്ന് കിട്ടും. +1 294 4 വട്ടം ശിഷ്ടം 1 2 വട്ടം. അപ്പോൾ 42 + 1 43 സംഖ്യകളാണ് 100-നും 400-നും ഇടയിലുള്ളത്. വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 7. 7 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ പറ്റുന്ന 43 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്യണം എന്നില്ല. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ട്രിക്കാണ് പറയുന്നത്. അതായത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 100-ന്റെയും 400-ന്റെയും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്, 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്. ഈ ഇടയിൽ എന്നുള്ള ചോദ്യം, അതായത് ബിറ്റ്വീൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഓക്കെ, ആദ്യത്തെ നമ്പറിനെ അതുപോലെ എഴുതുന്നു, രണ്ടാമത്തെ നമ്പറിനെ 1 കുറച്ച് 399 ആക്കുന്നു. എന്നിട്ട് 100-നെ 7 കൊണ്ട് ഭാഗിക്കുക. 100-നെ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 7 7 ശിഷ്ടം 3 30 7 4 28. നമുക്ക് റിമൈൻഡർ ഒന്നും വേണ്ട, നമുക്ക് കോഷ്യന്റ് മതി. അപ്പോൾ 100 കൊണ്ട് ഭാഗിക്കുമ്പോൾ 14. ഇനി 399-നെ നിങ്ങൾ 7 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ 7 5 35 ശിഷ്ടം 4 9. നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു 7 വട്ടം. അപ്പോൾ 57. ഈ കിട്ടിയ കോഷ്യന്റ് തമ്മിൽ കുറയ്ക്കുക.
57 - നമുക്ക് കുറയ്ക്കുമ്പോഴത്തേക്ക് ഉത്തരം കിട്ടുന്നത് 43. 57 14 പോയാൽ 43. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ സ്റ്റെപ്പ് എഴുതി ചെയ്തപ്പോഴേ നമുക്ക് കിട്ടിയ ഉത്തരം. ഇത് മാത്തമാറ്റിക്കലി നമ്മൾ കോൺസെപ്റ്റ് അനുസരിച്ച് ചെയ്തു. ഇത് നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ മറ്റൊരു ചോദ്യമാണ് 15-നും 105-നും ഇടയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയിൽ, കാരണം ഇതല്ലാത്ത ചോദ്യം നമ്മൾ ചെയ്യും. 15-നും 105-നും ഇടയിൽ 3ന്റെ ഗുണിതങ്ങൾ എത്ര? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് ചോദ്യം. അതായത് 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നതാണല്ലോ 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതെന്നോ അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങൾ ഏതെന്നോ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇടയിലായതുകൊണ്ട് ആദ്യത്തെ സംഖ്യ അതുപോലെ 15, രണ്ടാമത്തെ സംഖ്യയിൽ 1 കുറയ്ക്കുക, 105-ന്ന് 1 കുറയ്ക്കുമ്പോൾ 104 എന്ന് കിട്ടും. എന്നിട്ട് ചോദ്യം 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. 15-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 കിട്ടും. ഇനി നമ്മൾ 104-നെ 3 കൊണ്ട് ഭാഗിക്കുക. 104-നെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 3 3 9, ശിഷ്ടം 1 4, 4 3 12, 34 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. 34-ൽ 5 പോയാൽ 29. അതായത് 15-ന്റെയും 105-ന്റെയും ഇടയിൽ 3ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 29 ആണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം. 200-നും 2000-നും ഇടയിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 200, 2000, 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ് ചോദ്യം. ഇടയിൽ ആയതുകൊണ്ട് 200-ന് അതുപോലെ തന്നെ 200 എന്ന് എഴുതുക, 2000-ന് 199. അപ്പോൾ 200 അതുപോലെയും 2000-ന് 199 1999. ഇനി എന്ത് ചെയ്യുക? 11 കൊണ്ടുള്ള ഡിവിസിബിളാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 200-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം 11, ശിഷ്ടം 9, 90. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് 18 എന്ന് കിട്ടും. ഇനി നമ്മൾ 1999-ന് 11 കൊണ്ട് ഭാഗിക്കണം. 99-നെ 11 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു 11 11, ശിഷ്ടം 8, 9 ഇറക്കി 8 വട്ടം 88, ശിഷ്ടം 1, 9 ഇറക്കി ഒരു വട്ടം 11. അപ്പോൾ 181. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് കോഷ്യൻ്റുകളും തമ്മിൽ കുറയ്ക്കുക. 181 - 18 ചെയ്യുമ്പോൾ 163 എന്ന് കിട്ടും. അതായത് 200-നും 2000-നും ഇടയിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 163 സംഖ്യകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം. 70-നും 500-നും ഇടയിൽ 4 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? 70-നും 500-നും ഇടയിൽ 4 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഇതുപോലത്തെ ചോദ്യം നമ്മൾ LCM-ലും ചെയ്തിട്ടുണ്ട്. നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് 70-ന്റെയും 500-ന്റെയും ഇടയിൽ 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 4 കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെടുക്കുക? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM എടുക്കുക. 3 4 അടുത്തടുത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് LCM ഇതിൻ്റെ ഗുണിതങ്ങൾ തന്നെയായിരിക്കും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 3 ഗുണം 4 എന്ന് പറയുന്നത് 12. ഇനി നമുക്ക് ഇടയിലായതുകൊണ്ട് 70-ന് അതുപോലെ എഴുതുക. 500-ൽ നിന്ന് 1 കുറച്ച് 499. ഇനി എന്ത് ചെയ്യണം? 70-നെ 12 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ നമുക്കറിയാം 12 5 60 നമുക്ക് ശിഷ്ടത്തിൻ്റെ ആവശ്യമില്ല. അപ്പം 5 കോഷ്യൻ്റ് കിട്ടി. അടുത്ത് 499-നെ 12 കൊണ്ട് ഭാഗിക്കുക. 4 വട്ടമാണ് പോകുന്നത്. 48, ശിഷ്ടം 1, 9 ഇറക്കുക ഒരു വട്ടം. അപ്പോൾ അവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 12 × 41. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ 41 - 5 = 36. 36. 41-ൽ നിന്ന് 5 പോകുമ്പോൾ 36. ഇനി അടുത്ത ചോദ്യം. 500-നും 2880-നും ഇടയിൽ 2 4 5 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 2 4 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അവരുടെ LCM എടുക്കുക. 2 1 2 5 അതുപോലെ. ഇനി പൂർണ്ണമായി പോകുന്ന ഫാക്ടേഴ്സ് ഇല്ല. സോ LCM എന്ന് പറയുന്നത് 2 × 2 × 5 എന്നിട്ട് 2 × 2 4, 4 × 5 20. അപ്പോൾ ഇനി നമുക്ക് ഇടയിലായതുകൊണ്ട് 500-ന് അതുപോലെ ഇറക്കാം. 500. 2850-ൽ നിന്ന് 1 കുറച്ചിട്ട് 2849. ഇനി നമുക്ക് LCM കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 5000-ന് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 50-ന്റെ പാതി 25 എന്ന് കിട്ടും. ഇനി 2849-ന് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വട്ടം 20, ശിഷ്ടം 8, 4 ഇറക്കുക. 4 വട്ടം
80 ശിഷ്ടം 4 9 ഇറക്കുക, ഒരു വട്ടം 2 വട്ടം എടുക്കുക. അപ്പോൾ 2 വട്ടം 40 വരും. അപ്പോൾ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 142. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 142-ൽ നിന്ന് 25 കുറയുമ്പോൾ 117 നമുക്ക് വേണ്ട ഉത്തരം. അതായത് 500-നും 2850-നും ഇടയിൽ 2 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന 117 സംഖ്യകളാണ് ഉള്ളത്. അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 100 മുതൽ 226 വരെ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 100 തൊട്ട് 200 നിങ്ങൾ ചെയ്യാനുള്ളതല്ല ഇതിന് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 100 മുതൽ 226 വരെ, ഇടയിലല്ല, ഫ്രം ടു ആണ്. അപ്പം 100 മുതൽ 226 വരെ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ നമുക്കിത് ഷോർട്ട് കട്ടിലൂടെ ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് 100 മുതൽ 226 വരെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളാണ്? ഇടയിലായിരുന്നപ്പോൾ നമ്മൾ എന്താണ് എഴുതിയത്? ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി, ഇവിടെ നിന്ന് 1 കുറച്ച് എഴുതിയിട്ട് നമ്മൾ ബാക്കി ഡിവൈഡ് ചെയ്തു. എന്നാൽ ഫ്രം ടു ക്വസ്റ്റ്യനുകളിൽ ഇന്നത് മുതൽ ഇന്നത് വരെ എന്നുള്ള ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുകയും അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതുകയും ചെയ്യും. അതായത് നമ്മൾ ഇടയിൽ ബിറ്റ്വീൻ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരെണ്ണം നിങ്ങൾ തറവായി പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റേത് ചെയ്യാം. ചോദ്യം 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 99 ആദ്യം 4 കൊണ്ട് ഭാഗിക്കുക, 4 2 8 ശിഷ്ടം 1 9 ഇറക്കുക, 4 4 16. അപ്പോൾ 24 കോഷ്യൻ്റ് കിട്ടണേ. അടുത്ത് 226-നെ 4 കൊണ്ട് ഹരിക്കുക, 5 4 20 ശിഷ്ടം 2 6 6 വട്ടം 6 4 24 56 കിട്ടുക. 56-ൽ നിന്ന് 24 കുറച്ചാൽ നമുക്ക് 32 കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. 100 മുതൽ 226 വരെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന 32 സംഖ്യകളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് 80 മുതൽ 250 വരെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 80 മുതൽ 250 വരെ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ചോദ്യം ഇതാണ്: ഫ്രം 100 to 1000, അതായത് ഇത്ര നേരം മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷ്, 100 മുതൽ 1000 വരെ how many numbers are there which are exactly divisible by 12? 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 100 മുതൽ 1000-ത്തിനിടയിലുള്ള ഇടയിലല്ല 100 മുതൽ 1000 വരെ ഉള്ള എത്ര സംഖ്യകളാണ് ഉള്ളത്? അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 255 മുതൽ 510 വരെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? അടുത്തത് 200 മുതൽ 800 വരെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇപ്പോൾ 2 3 ആണ് ചോദിച്ചിരിക്കുന്നത്. 2 3 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 2ൻ്റെ 3ൻ്റെ LCM എടുക്കുക. LCM കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. സെയിം ഇതുപോലത്തെ ആണ് അടുത്ത ചോദ്യം: 4ൻ്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 4ൻ്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകൾ? ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 3 അക്ക സംഖ്യ എവിടെ മുതൽ എവിടം വരെയാണ്? 3 അക്കം എന്ന് പറയുന്ന 3 ഡിജിറ്റ് നമ്പർ. 100 മുതൽ 999 വരെയാണ് 3 ഡിജിറ്റ് സംഖ്യ ഉള്ളത്. അതിനകത്ത് 4ൻ്റെ ഗുണിതങ്ങൾ, 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ചോദ്യം. അപ്പോൾ ഫ്രം 2 മുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക, മറ്റേതിന് നമ്മൾ അതുപോലെ എഴുതുന്നു. അതിനുശേഷം ചോദ്യം 4ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് 4 കൊണ്ടാണ് ഭാഗിക്കേണ്ടത്. 99 നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. 99-ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 24 എന്നും 999-നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 2 8 ശിഷ്ടം 1 9 4 4 16 ശിഷ്ടം 3 9 9 അപ്പോൾ 249 നമുക്ക് ആൻസർ കിട്ടുക. 249-ൽ നിന്ന് 24 കുറയ്ക്കുന്നു, 225 ഉത്തരം കിട്ടുന്നു. അതായത് എത്ര 4ൻ്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളാണുള്ളത്? 225. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതങ്ങളായ എത്ര 4 അക്ക സംഖ്യകളുണ്ട്? 9ൻ്റെ ഗുണിതങ്ങളായ എത്ര 4 അക്ക സംഖ്യകളുണ്ട്? അപ്പോൾ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങണം? 1000 മുതൽ 999 വരെയാണ് 4 അക്ക സംഖ്യകളുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 9ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഫ്രം മുതൽ 2 വരെയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ച് 999, മറ്റേ സംഖ്യ നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. അതിനുശേഷം 9 കൊണ്ട് ഭാഗിക്കുക. 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്കറിയാം 111. കാരണം 9 ആയതുകൊണ്ട് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 1111 കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് 1111-ൽ നിന്ന് 111 കുറയ്ക്കുക. നമുക്ക് ആൻസർ 1100 കിട്ടും.
ഓക്കെ, അടുത്ത ചോദ്യം, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യകളാണുള്ളത്? അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങും? 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകളുള്ളത്. അടുത്തത്, 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെ ഉള്ളതാണ് മൂന്നക്ക സംഖ്യകൾ. അതിൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 8ന്റെ ഗുണിതങ്ങൾ എത്ര എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, 4, 11, 18, 417 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക എത്ര? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈ ഫസ്റ്റ് ടേം എന്തായാലും കാണും, അവസാനത്തെ ടേം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ സമ്മിന് വേണ്ടി, തുക എന്ന് പറഞ്ഞാൽ സമ്മാണ്, സമ്മിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം പ്ലസ് അവസാനത്തെ പദം ഇൻറ്റു എത്ര പദങ്ങളാണോ ഉള്ളത് അതേ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിലാണ് ഈ ഒരു ഫോർമുലയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 4, 11, 18, 417, 4, 11, 18 അങ്ങനെ 417 വരെ ഇവരുടെ തുക, ഇവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സം ചെയ്യാൻ എന്ത് ചെയ്യണം? n/2 ഇൻറ്റു a + an. അപ്പോൾ നമുക്ക് ആദ്യത്തെ n നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 4, അവസാനത്തെ ടേം എന്ന് പറയുന്നത് 417. നമ്മൾ n കണ്ടുപിടിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? n എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം +1. ലാസ്റ്റ് ടേം 417 മൈനസ് ഫസ്റ്റ് ടേം 4 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 11ൽ നിന്ന് 4 പോയാൽ 7 +1. അപ്പം 417 4 പോയാൽ 413 ബൈ 7, 7 5 35 ശിഷ്ടം 6 9 59 + 1 60 എന്ന് കിട്ടും. അപ്പോൾ 60/2 ഈക്വൽ ടു 60/2 അല്ലെങ്കിൽ 30 എന്ന് എഴുതിയാലും മതി, ഇൻറ്റു 417 + 4 എന്ന് പറയുന്നത് 421. അപ്പം 30 ഇൻറ്റു 421 വരും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ആൻസർ 12630. അപ്പോൾ ഇതിനിടയിലുള്ള എല്ലാ പദങ്ങളും നിങ്ങൾ കൂട്ടുമ്പോൾ ആൻസർ 12630 എന്ന് കിട്ടും. നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. 8, 16, 24, 328 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക എത്ര? എപ്പോഴും ശ്രദ്ധിക്കുക, അവസാനത്തെ തന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യും? n/2 ഇൻറ്റു a + an. അടുത്ത ക്വസ്റ്റ്യൻ, 3, 10, 17 അങ്ങനെ 45 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക എത്ര? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 201 മുതൽ 300 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ടില്ല. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാണ്. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പം എണ്ണൽ സംഖ്യകളെല്ലാം സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പോൾ ചോദ്യം, 201 മുതൽ 300 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഇപ്പോൾ 201 മുതൽ 300 വരെ തുക കണ്ടുപിടിക്കാൻ എത്തിയാൽ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു a + an. അപ്പോൾ n നമുക്ക് കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കേണ്ട ഫോർമുല ലാസ്റ്റ് ടേം 300 മൈനസ് ഫസ്റ്റ് ടേം 201 ബൈ കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും +1. 300ൽ നിന്ന് 201 പോയാൽ നമുക്ക് 99 കിട്ടും. +1 എന്ന് പറയുന്നത് 100. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 നമ്പേഴ്സ്. അപ്പം 100/2 ഇൻറ്റു ആദ്യത്തത് 201 + 300. അപ്പോൾ ഇവിടെ 100ന്റെ പകുതി 50 ഇൻറ്റു ഇവിടെ നമുക്ക് 501 എന്ന് കിട്ടും. 500 ഇൻറ്റു 501 എന്ന് പറയുന്നത് 2550. അപ്പോൾ 201 മുതൽ 300 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 25050 ആണ്. അടുത്ത ചോദ്യം, 17 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക. എന്താണ് ഒറ്റ സംഖ്യ? ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 17, അടുത്ത് 19, 21 അങ്ങനെ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്നാണ് ചോദ്യം. എന്തായാലും നമുക്ക് ആര് വേണം? n വേണം. കാരണം ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ n വേണം. ലാസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം 49 മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഒറ്റ സംഖ്യയാണ്. വ്യത്യാസം എത്ര വരും? 19ൽ നിന്ന് 17 പോയാൽ 2 +1. അപ്പോൾ 49ൽ നിന്ന് 17 പോയാൽ 32 ബൈ 2 + 1 32ന്റെ പാതി 16 16 1 17. അപ്പോൾ സം എന്ന് പറയുന്നത് 17/2 ഇൻറ്റു ആദ്യത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം. അപ്പോൾ 17/2 ഇൻറ്റു
9 7 കൂടി 16, 6 ശിഷ്ടം 1, 4 5 1 6 66 രണ്ടും കൂടെ വെട്ടിപ്പോകുമ്പോൾ 33 × 17 എന്ന് പറയുന്നത് 561. അപ്പോൾ 17 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 561. നമ്മൾ ഈ ഫോർമുല എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അവസാനത്തെ പദം, അവസാനത്തെ ടേം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ അവസാനത്തെ പദം തന്നിട്ടില്ല. 7, 12, 17 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവസാനത്തെ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/2 × 2a + n - 1 × d. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഫോർമുലയിലായിരിക്കും. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 7, 12, 17 എന്നീ എണ്ണൽ സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പറയുമ്പോൾ n നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ സം കണ്ടുപിടിക്കാനായിട്ട് n/2 × 2a + n - 1 × d ഫോർമുലയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. n എന്ന് പറയുന്നത് 15/2 2 × ആദ്യത്തെ പദം 7 + n 15 - 1 × 12 7 പോയാൽ നമുക്ക് വ്യത്യാസം 5 എന്ന് കിട്ടും. = 15/2 × 7 × 2 14. ഇവിടെ 15 - 1 14 എന്ന് വരും. 14 × 5 ആദ്യം 14 × 5 ചെയ്യുക. അപ്പോൾ 15/2 14 + 14 × 5 എന്ന് പറയുന്നത് 5 4 20 2 70. അപ്പോൾ 15/2 × 84 എന്ന് വരും. 84 2 ഭാഗിക്കുമ്പം 42 എന്ന് ഇട്ട് 15 × 42 എന്ന് പറയുന്നത് 630. സോ 7, 12, 17 എന്നീ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 630. അടുത്ത ചോദ്യം 8, 12, 16 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 21 പദങ്ങളുടെ തുക എത്ര? 8, 12, 16 എന്ന സമാന്തര ശ്രേണിയുടെ 21 പദങ്ങൾ കൂട്ടുമ്പോൾ തുക എത്ര എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. തുക കിട്ടാൻ എന്ത് ചെയ്യണം? n/2 21 ആണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ആദ്യത്തെ പദം നമുക്കറിയാം 2 × 8 + n - 1 21 ൽ 1 പോയാൽ 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് 12 - 8 എന്ന് പറയുന്നത് 4. നിങ്ങൾക്ക് ഉത്തരം 1008 എന്ന് കിട്ടും. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 20, 16, 12 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 25 പദങ്ങളുടെ തുക എത്ര? ആദ്യത്തെ ടേം ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് 25 വെറുതെയാണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് ഈ ഫോർമുലയിൽ നമ്മൾ ബാക്കി ചെയ്യുക. സം എന്ന് പറയുന്നത് n/2 × 2a + n - 1 × d ഈ ഫോർമുലയിലിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 25 പദങ്ങളുടെ തുക 400 ആയാൽ 13ാം പദം എത്ര എന്നാണ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക സം ആയതുകൊണ്ട് ഞാൻ S എന്ന് ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ 25 പദങ്ങളുടെയാണ്. അപ്പം നമ്മൾ S25 എന്ന ഡിനോട്ടേഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് 400 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 13ാമത്തെ പദം A13 എന്ന് പറഞ്ഞാൽ A + 12D ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഏതൊരു നമ്പറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറല്ല, സമാന്തര ശ്രേണിയിലുള്ള ഏതൊരു സംഖ്യ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ S25 എന്ന് പറയുന്നത് 400. നമുക്ക് S25 ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. n/2 × 2a ആദ്യത്തത് 2a + n - 1 × d അതാണ് എത്രയും തന്നിരിക്കുന്നത് 400. അത് 25 ആണ്, 25 പദങ്ങളുടെ. അപ്പോൾ 25/2 × 2a + 25 - 1 × d = 400. ഇനി അവിടെ നമുക്ക് 25/2 × 2a + 25 1 പോയ 24d = 400. ഇനി ഇവിടെ നമുക്കൊരു 2 കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. 2 കോമൺ ആയിട്ട് വെളിയിലെടുക്കുമ്പോൾ പിന്നെ ഇവിടെ മിച്ചം a. ഇതിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ 12d = 400. 2 2 ക്യാൻസൽ ചെയ്യുക. a + 12d എന്ന് പറയുന്നത് 400 / 25. 25 × 4 100 ആണ്. അപ്പോൾ എത്ര വട്ടം വരണം? 16. 400നെ 25 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഉത്തരം 16 എന്നിട്ട് a + 12d എന്ന് പറയുന്നത് ആരാണ്? 13ാമത്തെ പദം. A13 ആണ് a + 12d. അത് നമുക്ക് 16 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. അതായത് ഇപ്പം ചോദ്യത്തിൽ ആദ്യത്തെ 25 പദങ്ങളുടെ സം നമുക്ക് 400 തന്നിട്ടുണ്ട്. ഈ മെത്തേഡ് നമ്മുടെ മാത്തമെറ്റിക്കലി നമ്മൾ സ്റ്റെപ്സ് ഒക്കെ എഴുതി ചെയ്യുന്നതാണ്. ഇനി ഷോർട്ട് കട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടത് 13ാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം.
അപ്പം നമ്മൾ നോക്കുമ്പോൾ അറിയാം 25 എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 12 സംഖ്യകൾ എഴുതി 13ാമത്തെ സംഖ്യ എഴുതി ഇനി അങ്ങോട്ട് 12 സംഖ്യകൾ മിച്ചം കിടപ്പുണ്ട്. അതായത് 13ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും മിഡില് മധ്യഭാഗത്ത് വരുന്ന നമ്പറാണ്. അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നുമില്ല, സമ്മിന് എത്രയാണോ നമ്പേഴ്സ് അതുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 400/25 എന്ന് പറയുന്നത് എത്രയാണ്? 16. ലാസ്റ്റ് നമ്മൾ വന്ന് നിന്ന സ്റ്റെപ്പ് അവിടെയാണ്, 400/25. അതിൻ്റെ ഉത്തരം 16. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 11 ടേമുകളുടെ സം 770 ആയാൽ ആറാമത്തെ പദം എത്ര? ആദ്യത്തെ 11 ടേമുകളുടെ സം 770 ആയാൽ ആറാമത്തെ പദം എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആറാമത്തെ പദം ചോദിക്കുമ്പോൾ 6 എന്ന് പറയുന്നത് 11ന്റെ മിഡിലുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ആൾക്കാർ എഴുതി, അടുത്ത ആറാമത്തെ ആള്, ഇനി അങ്ങോട്ട് 5 പേരുണ്ട്. അപ്പൊ 6 എന്ന് പറയുന്നത് മിഡിൽ ടേമിലുള്ള ആളാണ്. അപ്പൊ ആറാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 770നെ 11 കൊണ്ട് ഭാഗിക്കുക. അപ്പൊ നമുക്ക് ഉത്തരം 70 കിട്ടും. ഇനി നിങ്ങൾ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്തെന്ന് തന്നെ കിട്ടും, 70 തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടത്, ആദ്യത്തെ 15 പദങ്ങളുടെ തുക 330 ആയാൽ 8ാമത്തെ പദം എത്ര? ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ആദ്യത്തെ 13 പദങ്ങളുടെ തുക 156 ആയാൽ 7ാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യത്തെ 21 പദങ്ങളുടെ തുക 840 ആയാൽ 11ാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 189 ആയാൽ 5ാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഇത്രയും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ മാത്തമെറ്റിക്കലി എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടുത്തെ 20ാമത്തെ പദം ആരാണ് നമ്മൾ കണ്ടുപിടിക്കും, 20ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് ഇതുവരെയുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിക്കും. അടുത്ത 20 എന്ന് പറഞ്ഞാൽ 40ാമത്തെ പൊസിഷനാണ്. അപ്പോൾ ഇത് തൊട്ട് 40 വരെയുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം കിട്ടാനായിട്ട് ഈ വലിയ സമ്മിൽ നിന്ന് ചെറിയ സം കുറയ്ക്കുമ്പോൾ ഇവിടെയുള്ള വ്യത്യാസം നമുക്ക് കിട്ടുന്നു. ഇതാണ് നമ്മൾ മാത്തമെറ്റിക്കലി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ടി ഇവിടെ ചെയ്യുന്നില്ല, കാരണം ലോങ് സ്റ്റെപ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ചോദ്യത്തിൽ 20 പദങ്ങളായതുകൊണ്ട് 20ന്റെ സ്ക്വയർ എടുക്കുന്നു. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10ൽ നിന്ന് 6 പോയാൽ 4. അപ്പം 400 × 4 = 16,000. ഇതാണ് തുകയുടെ വ്യത്യാസം. നമുക്കിതുപോലത്തെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. 11, 16, 21 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുകയും അടുത്ത 30 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും 30 പദങ്ങളാണ്. നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി 11, 16, 21. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് നോക്കേണ്ട 30 ടേമുകളുടെയാണ്. അപ്പോൾ 30ന്റെ സ്ക്വയർ ഇൻറ്റു കോമൺ ഡിഫറൻസ്. 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 16ൽ നിന്ന് 11 പോയാൽ 5 എന്നിട്ട് 9, 5, 45. അപ്പോൾ 4500 തുകയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ചെയ്യുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദം 75, 75ാം പദം 25 ആയാൽ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചുമാണ് തന്നിരിക്കുന്നത്. ഇതല്ലാത്ത പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ 25ാമത്തെ പദം 75ഉം 75ാമത്തെ പദം 25ഉം ആയാൽ 1ാമത്തെ പദം എത്ര, 21ാമത്തെ പദം എത്ര, 500ാമത്തെ പദം എത്ര? വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 25ാമത്തെ പദം 75ഉം 75ാമത്തെ പദം 25ഉം ആയാൽ 1ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 25ഉം 75ഉം കൂടെ ആഡ് ചെയ്തിട്ട് 1 കുറയ്ക്കണം. 25ഉം 75ഉം കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടും. 100ൽ നിന്ന് 1 പോയാൽ 99. ഇനി നമുക്ക് 21ാമത്തെ പദം വേണം. അതിന് വേണ്ടിയിട്ട് 25ഉം 75ഉം കൂടെ കൂട്ടുക, 21 കുറയ്ക്കുക. അപ്പം 100ൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ ഉത്തരം 79. ഇനി നമുക്ക് വേണ്ടത് 500ാമത്തെ പദം. 500ാം പദം കണ്ടുപിടിക്കുക. 25ഉം 75ഉം കൂടെ കൂട്ടുക, 500 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 25ഉം 75ഉം കൂട്ടുമ്പോൾ 100 കിട്ടും. 100ൽ നിന്ന് 500 പോയി കഴിഞ്ഞാൽ -400. ഇതാണ് 500ാമത്തെ പദം, -400.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 60-ാം പദം 160ഉം 160-ാമത്തെ പദം 60ഉമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. 60-ാമത്തെ പദം 160, 160-ാമത്തെ പദം 60ഉമായാൽ 13-ാമത്തെ പദം എത്ര, 2-ാം പദം എത്ര, 100-ാം പദം എത്ര? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13-ാമത്തെ പദം കണ്ടുപിടിക്കുക. 60ഉം 160ഉം കൂടെ കൂട്ടുക, 13 കുറയ്ക്കുക. ഉത്തരം നിങ്ങൾക്ക് 207 എന്ന് കിട്ടും. 2-ാമത്തെ പദം കണ്ടുപിടിക്കാൻ 60ഉം 160ഉം കൂടെ കൂട്ടുക, 2 കുറയ്ക്കുക, 218 കിട്ടും. ഇനി 100-ാമത്തെ പദം കണ്ടുപിടിക്കാൻ 60ഉം 160ഉം കൂടെ കൂട്ടുക, 220, അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ 120. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെയല്ല, തിരിച്ചും മറിച്ചും ഒരേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തരുമ്പോഴാണ് നമ്മൾ ഈ ഷോർട്ട് കട്ടിലൂടെ അത് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെയോ പദം കാണാനുള്ള ബീജഗണിത രൂപം 3n+4 ആയാൽ പൊതുവ്യത്യാസം എത്ര? ബീജഗണിത രൂപം എന്ന് കേട്ട് ഭയപ്പെടേണ്ട. അതെന്ന് പറയുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷനെയാണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ചോദ്യം ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ ഈ ബീജഗണിത രൂപം വെച്ചിട്ട് നമുക്കൊരു സമാന്തര ശ്രേണി പൂർണ്ണമായും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അവർ തന്നിരിക്കുന്നത് 3n+4 ആണ് ഈ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ. പൊതുവെ നമ്മൾ അതിന് an എന്നും പറഞ്ഞാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 1-ാമത്തെ പദം കണ്ടുപിടിക്കുക. n-ന് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 3 × 1 + 4 = 7 കിട്ടും. 2-ാമത്തെ പദം കണ്ടുപിടിക്കാൻ n-ന് 2 ഇട്ട് കൊടുക്കുക. അപ്പൊ 3 × 2 6 + 4 10 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മളൊരു ചോദ്യം പൊതുവ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിൽ കുറച്ചാൽ പോരെ. അപ്പോൾ 10 - 7 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടേം കണ്ടുപിടിക്കുക, അതായത് പദം കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷനാണ്. അതിൽ n-ന്റെ കോഎഫിഷ്യൻ്റ് ആരോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. നമ്മളിപ്പം സ്റ്റെപ്പ് വഴി ചെയ്തപ്പോഴേ നമുക്ക് കോമൺ ഡിഫറൻസ് 3 തന്നെയാണ് കിട്ടിയത്. ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ അതായത് തുകയല്ല പദം കണ്ടുപിടിക്കാനുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ n-ന്റെ കോഎഫിഷ്യൻ്റ് ആരാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി അങ്ങനെയെങ്കിൽ an = 4n+6 ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ an = 10n+4 ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും. an = -2n+5 ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? n-ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന മൈനസിനെ കളയരുത്, -2 ആയിരിക്കും. an = n+2 ഇതിന്റെ പൊതുവ്യത്യാസം എത്രയായിരിക്കും? n-ന്റെ കോഎഫിഷ്യന്റ്, n-ന്റെ കൂടെ ആരും ഇല്ലെന്ന് വെച്ചാൽ അവിടെ ആരുണ്ടെന്നാണ് അർത്ഥം? 1. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1. അടുത്ത് an = 3 - 5n ഇതിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആരാണ്? -5. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -5. വളരെ എളുപ്പമാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട്. ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്തിന്റെ ആയിരിക്കണം? പദത്തിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആരോ അയാൾ പൊതുവ്യത്യാസമായിട്ട് വരും. അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n+5 ആയാൽ ആദ്യ 3 പദങ്ങളുടെ തുക. നമുക്ക് തന്നിരിക്കുന്നത് പദങ്ങളുടെ ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. അപ്പോൾ an എന്ന് പറയുന്നത് 4n+5 ആയാൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പദം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ പദം a എന്നോ a1 എന്നോ എന്തുവേണോ ഡിനോട്ട് ചെയ്യുക. n-ന് 1 കൊടുക്കുമ്പോൾ 4 × 1 n+5. അപ്പോൾ 4 × 1 4, 4+5 എന്ന് പറയുന്നതായാൽ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ 4 × 2 + 5, 4 × 2 8, 8 + 5 എന്ന് പറയുന്ന 13. മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ 4 × 3, 4 × 3 12, 12 + 5 എന്ന് പറയുന്നത് 17. ഇവരെല്ലാം കൂടെ കൂട്ടിയാൽ മതി. തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 17ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 30, 30 + 9 39. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം 3n² + 2n. ശ്രദ്ധിക്കുക, n-ാം പദങ്ങളുടെ തുകയാണ് എന്ന് പറഞ്ഞാൽ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, പദങ്ങളുടെ അല്ല. ആയാൽ പൊതുവ്യത്യാസം എത്ര? അപ്പൊ അവർ നമുക്ക് തന്നിരിക്കുന്നത് സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് Sn എന്ന് പറയുന്നതാണ് 3n² + 2n എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. ഇപ്പം ഞാൻ ഒരു സീക്വൻസ് എഴുതാം, 4 8 12 ഇങ്ങനെ പോകുന്ന ഒരു
അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 4ആണ്. 4 അതായത് അപ്പം ആദ്യത്തെ സംഖ്യയുടെ തുകയും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അതായത് S1 എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. അപ്പൊ S2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ 2 പദങ്ങളുടെ തുക, അതായത് 4 + 8 ആണ് S2 എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് പറയാമോ നിങ്ങൾക്ക്? കോമൺ ഡിഫറൻസ് എങ്ങനെ വരും? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന SN എന്ന് പറയുന്നത് 3n² + 2n ആണ്. നമുക്ക് പൊതു വ്യത്യാസം വേണം. അപ്പം നമുക്ക് ആദ്യത്തെ പദം കണ്ടുപിടിക്കാം. ആദ്യത്തെ പദവും ആദ്യത്തെ പദത്തിന്റെ തുകയും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ S1ഉം ആദ്യത്തെ പദമായ A1ഉം ഒന്ന് തന്നെയാണ്. എന്നിന് 1 കൊടുക്കുമ്പോൾ 3 + 2 എന്ന് പറയുന്നത് 5 തന്നെ കിട്ടും. S2 എന്ന് പറയുന്നതോ 3 × 2² + 2 × 2. 2² 4, 4 × 3 12 + 2 × 2 4. അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? S2 - S1. S2 എന്ന് പറയുന്ന 16, S1 എന്ന് പറയുന്ന 5. 16ൽ നിന്ന് 5 പോയാൽ നമ്മുടെ ഉത്തരം 11. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കോമൺ ഡിഫറൻസ് അല്ല, രണ്ടാമത്തെ ടേം ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ടേം ആണ് 11. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് A2 - A1. A2 എന്ന് പറയുന്നത് 11ഉം A1 എന്ന് പറയുന്നത് 5ഉം. അപ്പോൾ 11ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് 6. അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. അപ്പോൾ S1 എന്ന് പറയുന്ന ആദ്യത്തെ പദവും ആദ്യത്തെ തുകയും ആദ്യത്തെ പദത്തിൻ്റെ തുകയും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. S2 എന്ന് പറഞ്ഞാൽ അടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ S2 = 4 എന്ന് പറയുന്നത് S1 + 8. അപ്പോൾ S2 - S1 ഇപ്പുറത്ത് കിടക്കുന്ന +S1 ഇപ്പുറം കൊണ്ടുവന്ന് -S1 ആക്കുമ്പോൾ 8. 8 എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ പദമാണ്. അതായത് S2 - S1 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് A2 ആണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച S1ഉം S2ഉം കൂടെ നമുക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് A2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 11 - 5 എന്ന് പറയുന്നത് 6. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ AN = 3n + 4, അതായത് പദങ്ങളുടെ ആൽജിബ്രായിക് എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റായ 3 ആയിരിക്കും. എന്നാൽ നമുക്ക് തന്നിരിക്കുന്നത് തുകകളുടെ 3n² + 4n തുകയുടെ ആൽജിബ്രായിക് എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ n²ൻ്റെ കോഎഫിഷ്യൻ്റ്, n² കൂടെ കിടക്കുന്ന 3ൻ്റെ ഇരട്ടി 6. അതായത് ഇപ്പോഴത്തെ പ്രോബ്ലം ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത് കിട്ടിയപ്പോൾ മാത്തമാറ്റിക്കലി ചെയ്തപ്പോൾ 6ആണ്, നമ്മളിപ്പോൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തപ്പോഴും 6ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 3n² + 4 അതായത് n² വരുന്ന എപ്പോഴും തുകയുടെ കൂടെ ഉറപ്പായിട്ട് ഒരു n² കാണാം. n²ൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ABC എന്ന് പറയുന്ന 4 ഓപ്ഷൻ കാണും. ഈ ഓപ്ഷനിൽ എപ്പോഴെങ്കിലും നെഗറ്റീവ് ഓപ്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്ഷനുകളിൽ നെഗറ്റീവ് തന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞ യൂഷ്വൽ മെത്തേഡിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓപ്ഷനിൽ നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത് SN = n² + 4n. ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n²ൻ്റെ കോഎഫിഷ്യൻ്റ് 1, അതിൻ്റെ ഇരട്ടി 1 × 2 എന്ന് പറയുന്നത് 2. SN = 10n² + 9n. n²ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെ ഇരട്ടി 20 ആയിരിക്കും പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം 4n² + 3n ആയാൽ രണ്ടാം പദം എത്ര? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന തുകയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. SN എന്ന് പറയുന്നത് 4n² + 3n ആയാൽ നമ്മുടെ അടുത്ത് ചോദ്യം രണ്ടാമത്തെ പദം A2 എത്ര എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും n²ൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4ൻ്റെ ഇരട്ടി 4 × 2 എന്ന് പറയുന്നത് 8. ഇനി നമുക്കറിയാം ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് S1 തന്നെയാണ്. 1 കൊടുക്കുമ്പോൾ 4 + 3 7 വരെ. അപ്പോൾ ഒന്നാമത്തെ പദവുമായി കോമൺ ഡിഫറൻസും ആയാൽ A2 എന്ന് പറയുന്ന ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അപ്പോൾ 7 + 8 എന്ന് പറയുന്നത് 15. സോ our answer is 15. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 46ഉം 16ാം പദം 88ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര? നേരത്തെ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ നമ്മൾ ഒരേ ആൾക്കാർ തന്നെ 10ാം പദം 46ഉം അങ്ങനെയെങ്കിൽ 46ാമത്തെ പദം 10ഉം അത് വന്നപ്പോഴത്തേക്ക് നമുക്ക് കൂട്ടിയിട്ട് കുറച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഒരു സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം, 10ന് ഞാൻ A10 എന്ന് ഡിനോട്ട് ചെയ്യണം. 10ാമത്തെ പദം 46ഉം 16ാമത്തെ പദം 88ഉം ആയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസം. ഇത് നമ്മൾ 10ലൊക്കെ പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ
പിന്നെ മാത്തമെറ്റിക്കലി എഴുതുമ്പോൾ A10 പത്താമത്തെ പദത്തിന് A+9D എന്ന് എഴുതാം, അത് 46. 16ാമത്തെ പദത്തിന് A+15D എന്ന് എഴുതാം, അത് 88. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ 1 എന്ന് 2 എന്ന് കൊടുക്കും. ഇക്വേഷൻ 1നെ 2ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 15 9 പോയി കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. -6D = -88 നിന്ന് 46 പോയാൽ -42. അവിടെ നിന്ന് D = -42/-6. നമുക്ക് ഉത്തരം 7 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 7ആണ്. എന്നാൽ നമ്മൾ ഇനി ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് 10ാമത്തെ പദം 46ഉം 16ാമത്തെ പദം 88 തമ്മിൽ കുറയ്ക്കുക. 10ൽ നിന്ന് 16 പോയാൽ -6, 88ൽ നിന്ന് 46 പോയാൽ -42. ഈ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. -42/-6 = 7. കോമൺ ഡിഫറൻസ് ആയി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്തൊരു ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 61ഉം 11ാം പദം 105 എങ്കിൽ പൊതുവ്യത്യാസം എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദം 61ഉം 11ാമത്തെ പദം 105 പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ 7ൽ നിന്ന് 11 പോയാൽ -4, 105ൽ നിന്ന് 61 പോയാൽ -44. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. -44/-4 എന്ന് പറയുന്നത് 11. സോ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 39ഉം 14ാം പദം 71ഉം ആയാൽ ആദ്യ പദം എത്ര എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് വരെ കണ്ടുപിടിക്കാൻ അറിയായിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ 6ാമത്തെ പദം 39ഉം 14ാമത്തെ പദം 71ഉം ആയാൽ ചോദ്യം പൊതുവ്യത്യാസമല്ല, ആദ്യ പദം ഏതെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ കുറച്ചാൽ മതി. 14ൽ നിന്ന് 6 പോയാൽ -8, 71ൽ നിന്ന് 31 പോയാൽ -32. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -32/-8 വരും. ആൻസർ 4. ഇനി ഇതിൽ നമ്മൾ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ഇക്വേഷനകത്തോട്ട് കൊണ്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 6ാമത്തേൽ നമുക്ക് നോക്കാം. 6ാമത്തെ പദം 39 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ പദത്തിന് നമ്മൾ A+5D എന്ന് എഴുതും, അതാണ് 39. അങ്ങനെയെങ്കിൽ ആദ്യ പദം കണ്ടുപിടിക്കാം. 39ൽ നിന്ന് 5 × D എന്ന് പറയുന്നത് 4. അപ്പോൾ 39ൽ നിന്ന് 20 കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉത്തരം 19. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 19ആണ്.